റാങ്കിൽ വർക്ക് ചെയ്യുന്ന വിബി സാറാണ്. റഫീഖ് സാറേ, സാർ വന്നിട്ടുണ്ടോ, കയറിയിട്ടുണ്ടോ? സാറ് വന്നിട്ടുണ്ട്. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യട്ടെ. ഒരു ഓട്ടോ മേഖലയിൽ നിന്നാണ് സാറ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഏതായാലും സാറിന്റെ കാര്യങ്ങളൊക്കെ സാറിന് നമുക്ക് പറഞ്ഞു തരും. പ്രാർത്ഥനാ ഗീതത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഗസ്റ്റായിട്ട് വന്ന സാറിനെ ഞാൻ ആദരപൂർവ്വം എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം വിബി സാർ. താങ്ക് യു ഫൗസിയ മാഡം. ഗുഡ് മോർണിംഗ്. ഓക്കെ, കർക്കിടക മാസത്തില് തറവാട്ടിലേക്ക്, ഇതെന്റെ തറവാടാണ്, തറവാട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഇല്ലേ? നമ്മളെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, സ്കൂൾ പൂട്ടിയാലും അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈ ഒരു അവസരം ഒരുക്കി തന്ന ഡോക്ടർ റഫീഖ് സാറിനെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ധാരാളം സ്ഥാനെയും പിന്നെ കുറെ സാറെ ഞാൻ കാണുന്നുണ്ട്, പേര് വിട്ടു എല്ലാവരും ഒന്നും തോന്നരുത്. സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ എന്നെ എന്തായാലും ഫൗസിയ മാഡം വളരെ മനോഹരമായി പരിചയപ്പെടുത്തില്ലേ. വിബീഷ് എന്നാണ് എന്റെ പേര്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുകേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത്, ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഓട്ടോ മേഖലയിൽ ഏകദേശം 10 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എന്തൊക്കെ ഈ ബിസിനസ് ചെയ്താൽ ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറാവുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധ്യമാവും. ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതെന്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും ഞാൻ പറയുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. ഒരു 6-6:30 വരെ അത്രയേ വേണ്ടുള്ളൂ. ഇതിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ഓനെ കണ്ടാലറിയാം മോനെ, ഓന്റെ സംസാരം കേട്ടോ, ഓന് ഭയങ്കര ആളെ പിടിക്കുക പറ്റിയ ആളാ, ഓനേതാ സംസാരം. എന്റെ ഭാഷ കുറച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വടകര കുറ്റ്യാടി മേഖല കീഞ്ഞി പാഞ്ഞ് ഓടി എന്നൊക്കെ വരും. അത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തതിന് ശേഷം റഫീഖ് സാറോടോ അല്ലെങ്കിൽ ധാരാൻ ഉസ്താനോടോ ഉമ്മർ സാറോടോ അതിൽ കുറെ ആളുണ്ടാവും, എന്നെ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചാൽ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാവും. കുറെ കാലമായല്ലോ ഇത് കേൾക്കൽ തുടങ്ങിയിട്ട്. ഞാൻ ഇറങ്ങി ഓടി കീഞ്ഞി പാഞ്ഞ് തന്നെ പറഞ്ഞാല് അത് നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പല ജില്ലക്കാരും ചിലപ്പോൾ പല സംസ്ഥാനക്കാരും ഇതിനകത്ത് ഉണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ഒരു പ്രത്യേകത അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഓട്ടോ മേഖലയിൽ തന്നെ പോവാം. ആ ഓട്ടോ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി ഞാൻ പറഞ്ഞത്, നമുക്കറിയാം നമ്മളൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടും അല്ലെ. ഇതിന്റെ ഇൻകം പ്ലാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കില്ലേ എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ്, ഇൻവെസ്റ്റർ, മറ്റു കേൾക്കുന്നില്ലേ, ബിസിനസ് ആർ ഇൻവെസ്റ്റർ മറ്റു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പുതിയ ആൾക്കാർക്കൊന്നും തോന്നൂല. കാരണം എനിക്കൊന്നും തോന്നിയിട്ടില്ല ഈ പ്ലാൻ കേൾക്കുന്ന സമയത്ത്. റോബർട്ട് ഒക്കിയാസിക്കുന്നവരുമായ ഇയാളാരാ റോബർട്ട് ഒക്കിയാസാക്കി, ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ഇത് എന്ത് റോബർട്ട് ഒക്കിയാസാക്കി സാധാരണക്കാർക്കൊന്നുമില്ല. അതേ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു എനിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അതേ എന്ത് ജോലിയും ഏതൊരു ജോലിയും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും മാന്യമായ ജോലി തന്നെയാണ്. അപ്പൊ കളവൊരു ജോലിയല്ലേ, പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവം, അതുകൊണ്ട് ഒരു ജോലിയല്ല ഞാൻ പറഞ്ഞ മനസ്സിലാവും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത സഹായമായി ചെയ്യുന്ന ഏതൊരു ജോലിയും മാന്യമായ ജോലി തന്നെയാണ്. അതുകൊണ്ട് ഓട്ടോ മേഖല മോശമാണ് അല്ലെ മറ്റു മേഖല മോശമാണ്, സർക്കാർ ജോലി മാത്രമേ നല്ലതുള്ളൂ എന്ന് പറയുന്നുള്ള അർത്ഥമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. കാരണം എന്താണെന്ന് പറയാം, ഇപ്പം ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ചില ഓട്ടോറിക്ഷക്കാര് കേൾക്കുന്ന സമയത്ത് അവരൊരു ഓട്ടോറിക്ഷ വിട്ടത് കൊണ്ട് ഇപ്പൊ ഓട്ടോറിക്ഷ ഒന്നും പിടിക്കുന്നില്ല, പുച്ഛാണെന്ന് പറയും. ഞാൻ അങ്ങനെ പുച്ഛിക്കുന്നതല്ല, ആ ഒരു തിരിച്ചറിവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ആ മേഖലയെ തള്ളിപ്പറയല്ല ഞാൻ ചെയ്യുന്നത്. ഒരു തിരിച്ചറിവുണ്ടാവും, അറിവുണ്ടാവും, നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ആ ഓട്ടോ മേഖല പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായ വരുമാനം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ രാവിലെ ഓട്ടോറിക്ഷ എടുത്ത് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഓട്ടം കിട്ടും, കൂലി കിട്ടും, ഒരു സംശയമില്ല. ഇതിന് പറയുന്ന പേര് ആക്റ്റീവ് ഇൻകം.
അത് സാധാരണ ഒരു നാടൻ പണിക്ക് കൈക്കോട്ട് പണിക്ക് പോവുകയാണെങ്കിൽ രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം അല്ല ഉച്ചയാണ് ഉച്ചപ്പണി എടുത്താൽ അതിന് കൂലി കിട്ടും. ഇനി വാർപ്പിന്റെ പണിക്ക് പോകുന്നതാണെങ്കിൽ, സെൻട്രലിന്റെ പണിക്ക് പോകുന്നെങ്കിൽ, തേപ്പിന്റെ പണിക്ക് പോകുന്നത്, കെട്ടിന്റെ പണിക്ക് പോകുന്നത്, ഏത് മേഖലയിലാണോ നിങ്ങൾ പണിയെടുക്കുന്നത് അത് ദിവസക്കൂലിയാവാം, ആഴ്ചക്കൂലിയാവാം, മാസക്കൂലിയാവാം, ഒരു സംശയമില്ല അത് കിട്ടും. എന്ത് ചെയ്യണം? നമ്മൾ പോകണം, ആക്റ്റീവ് ആവണം, അല്ലേ കിട്ടൂല. കിട്ടുമോ? ഞാൻ ഓട്ടോറിക്ഷ മേഖലയാണ്. എന്നാൽ ഞാൻ 5-6 കൊല്ലമായി ഒരേ മേഖല പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരാഴ്ച എനിക്ക് പോകാൻ കഴിയൂല, എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് ലീവ് എടുക്കട്ടെ. എനിക്ക് ആ ഒരാഴ്ച വരുമാനം ഉണ്ടാവുമോ ഓട്ടോറിക്ഷയിൽ? ഒരു 5 കൊല്ലം ഒരുത്തെ പണിയെടുത്തല്ലേ? കിട്ടൂല. കാരണം എന്താ? അത് ആക്റ്റീവ് ഇൻകം. എന്നാൽ സത്യത്തിൽ നമുക്ക് വേണ്ടത് പാസീവ് ഇൻകം ആണ്. അതായത് ഒരു മേഖലയിൽ തന്നെ ഇപ്പൊ ഇതിൽ പ്രവാസികൾ കുറെ ഉണ്ടാവും. ചിലപ്പോൾ 10, 15, 20 വർഷം ജോലി ചെയ്ത ഇപ്പൊ സൗദിയിൽ ജ്യൂസ് കടയാണെങ്കിൽ, അല്ലെങ്കിൽ കഫ്റ്റീരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിൽ, പല മേഖല ഏതോ ആവട്ടെ, ആ മേഖലയിൽ ജോലി ചെയ്ത് ഒരു 10-15 വർഷം ജോലി ചെയ്ത് പിന്നെ ജീവിതം അവിടെ ഏകദേശം ഹോമിച്ചതിന് ശേഷം നല്ല വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, മക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, വിദ്യാഭ്യാസം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവരെ കഠിനാധ്വാനാണ്. അതൊന്നും ഇല്ല എന്നല്ല, തിരസ്കരിക്കുന്നല്ല. അപ്പൊ ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ ഓഹോ ആ ജോലിയൊക്കെ പുച്ഛമാണോ, അങ്ങനല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു 10-20 വർഷം അധ്വാനിച്ച് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ 20 വർഷം എഫേർട്ട് ഇട്ട സ്ഥലത്ത് നിന്ന് 1 രൂപ വരുമാനം കിട്ടുന്നില്ല. ഇതാരും ചിന്തിക്കുന്നില്ല, ഇതാരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ സത്യത്തില് ആ ഒരേ മേഖല ആ കഫ്റ്റീരിയയിലാണ് 20 വർഷം പണിയെടുത്തോണ്ടുന്നത്. അപ്പൊ ആ 20 വർഷം പണിയെടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് പണി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമാനം വരണം. ഇതാണ് യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പാസീവ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ഈ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളെ വരുമാനം വരുന്നില്ലെങ്കിൽ നിങ്ങൾ മരണം വരെ പണിയെടുത്ത് ജീവിക്കേണ്ടി വരുന്നൊരു കോട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയാൻ, അങ്ങനെ ഒരു വാക്കുണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് എന്നെ പോലത്തെ, ഞാൻ ഓട്ടോ ഡ്രൈവർ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്നോട് ഫസ്റ്റ് തന്നെ എനിക്ക് ആക്റ്റീവ് ഇൻകം അറിയാവോ, പാസീവ് ഇൻകം അറിയാവോ, നീ നിലവിൽ ജോലി ചെയ്തിട്ട് എനിക്ക് വരുമാനം കിട്ടുമെന്നാണ് പ്ലാന് പറയുന്ന സമയത്ത് പറഞ്ഞാൽ എനിക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, എനിക്ക് വെറും പുച്ഛായിരിക്കും, ഇതെന്തെന്ന് ചങ്ങായി പറയുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ 10 വർഷം ഓട്ടോ ഓടിക്കുന്ന സമയത്ത് എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1 വർഷം എനിക്ക് ആ മേഖല പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന എനിക്ക് അസുഖമായത് കൊണ്ട് 1 വർഷത്തോളം ഞാൻ കിടന്നുപോയി. ബാക്ക് പെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് 1 വർഷത്തോളം ആ മേഖല എനിക്ക് ചെയ്യാനേ പറ്റിയില്ല. എന്നിട്ട് പോലും അവിടെ ഒരു ചിന്ത വന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? എന്നിട്ട് പോലും എനിക്ക് അവിടെ ഒരു ചിന്ത വന്നില്ല, എനിക്ക് പണിയെടുത്തല്ലോ, 10 വർഷം ഞാൻ ഒരു മേഖലയിൽ പണിയെടുത്തല്ലോ, എന്നിട്ട് എനിക്കൊരു വരുമാനം കിട്ടുന്നില്ല എന്ന് എനിക്ക് ചിന്തിക്കുന്നേ ഇല്ല. കാരണം എന്താണെന്നറിയോ, ആ ഓട്ടോ മേഖലയിൽ നിന്ന് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ വീട്ടിലേക്ക് കാണാൻ വന്നിട്ടുണ്ട്. അന്നും അവരാരും ചോദിച്ചില്ല, എന്റെ വിഭീഷേ, ഇനി ആ 10 വർഷം ആ ഓട്ടോ ഓടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ കിടന്നു പോയ സമയത്ത് എനിക്ക് ചെറിയ ചെറിയ വരുമാനം കിട്ടൂലെന്ന് ഒരു ഓട്ടോറിക്ഷക്കാര് പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അല്ല, എന്നെ കാണാൻ വന്ന പല മേഖലയിലുള്ള ആൾക്കാർ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആ മേഖലയിൽ നിന്ന് ആരും എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ നോക്കണേ. എന്നാൽ ഈ ബിസിനസ്സിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരാൻ കാരണമല്ലോ, ആ ഓട്ടോ ഓടുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ്, ബ്ലഡ് പ്യൂരിഫയർ എന്നൊരു പ്രൊഡക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കിന്നിന്റെ മുഖത്തൊക്കെ നല്ല ആദ്യം എന്നെ കാണുന്ന റഫീഖ് സാറിന് അടക്കം മനസ്സിലായി, എന്റെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോട്ടോ, ആഫ്റ്റർ ബിഫോർമെന്റ്. അപ്പൊ ഞാനിത് എന്റെ മുഖം ഇങ്ങനെ ടവല് കെട്ടിയിട്ടാണ് ഞാൻ വണ്ടി ഓടും, ടവല് കെട്ടിയിട്ട്. കാരണം അത്രത്തോളം പ്രശ്നമാണ് എനിക്ക്. അപ്പൊ ആ സമയത്ത് പോലും എനിക്കൊരു ചിന്തയോ കാര്യങ്ങളില്ല. ആ സമയത്താണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ എന്ന പ്രോഡക്റ്റ് നമ്മുടെ ഗ്രേറ്റിലെ സനൂപ് സാർ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അന്ന് സനൂപ് സാർ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ നമ്മളെ മലവണ്ട് എന്ന് പറയും. മലവണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ അല്ല, കുടിസും അല്ലാത്ത ഒരു സാധനമില്ല, അല്ല ഓട്ടോറിക്ഷ അല്ല, ജീപ്പും അല്ലാത്ത സാധനം, ചെറിയ വെള്ളിമൂങ്ങ എന്ന് പറയും ഇവിടെ. ആ വെള്ളിമൂങ്ങ എടുത്തിട്ട് ഓടലാണ് അവന്റെ പണി. അപ്പൊ ഞാൻ അവിടുത്തെ സെക്രട്ടറിയാണ്, ഓട്ടോ സെക്ഷന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അവിടെ ട്രിപ്പ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ സനൂപ് സാറെ പണി എന്താണെന്നറിയോ, അവര് ഐഡിയൽ പബ്ലിക് സ്കൂള് വണ്ടീന്റെ ഓട്ടം ഉണ്ട്. ആ സ്കൂൾ ഓട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ടംകോട്, അവരെ വീട് കട്ടംകോട് എന്ന് പറഞ്ഞ സ്ഥലം, കുമ്പളം കട്ടംകോട്, അവിടത്തേക്ക് ചെലുങ്ങനെ ട്രിപ്പ് അടിക്കും. പക്ഷെ ട്രിപ്പ് അടിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. എങ്കിലും ട്രിപ്പ് അടിച്ചിട്ട് ഈ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ
ഒക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ ഓട്ടോറിക്ഷക്കാർ പലരും എന്റെ അടുത്ത് കംപ്ലൈന്റ് പറയും, സാറേ അല്ല വിഭീഷേട്ടാ, അല്ല വിഭീഷേ, സനൂപ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവനെ തടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമാക്കും, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ സനൂപിനെ കണ്ടിട്ട് ചില സമയം പറയല്ലേ, സനൂപെ, കാരണം ഒരു വണ്ടി തന്നെ തടുക്കാനൊക്കെ എളുപ്പം കഴിയും, കാരണം അദ്ദേഹം അടവിട്ടെടുത്തൊരു വണ്ടിയായിരിക്കും. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തോണല്ലോ. നമ്മള് സംഘടനാ പ്രവർത്തകൻ എന്ന് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ പറയുമ്പോൾ അവരങ്ങ് പെട്ടെന്ന് ഇല്ലാണ്ടാക്കോ. നമ്മളൊരു ചെറിയൊരു ഒരു നേതാവായിരിക്കുമല്ലോ. അപ്പൊ അവനോട് ചെറുങ്ങനെ കാര്യം പറയും, ഇനി ഒരു കാര്യം ചെയ്യും, ആൾക്കാരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, അവിടെ വെച്ച് ഓടുകയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആ സമയത്ത് ഞാൻ ഇവന്റെ വണ്ടീന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് ഈ ചുവന്ന കുറെ കുപ്പി. ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചുവന്ന കുപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളെ മുഖത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഈ സാധനം കഴിച്ചാൽ നല്ലതാണ്. ഞാൻ കഴിക്കുവോ? കേട്ട പാതി കേൾക്കാത്ത പാടി ഞാൻ കഴിക്കുവോ? ഒരിക്കലും കഴിക്കൂല. ഇതിലുള്ള എത്ര പുതിയ ആൾക്കാരുണ്ട് കഴിക്കുന്നുണ്ടോ? കാരണം എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സനൂപ് ഓട്ടോ ഡ്രൈവറാണ്, ഓനായിരുന്നു ഒരു മരുന്ന് തന്നെ, ഞാൻ കഴിക്കുവോ? കുപ്പിയിൽ തരുന്ന മരുന്നല്ലേ, ക്യാപ്സൂൾ തരുന്ന ക്യാപ്സൂൾ എന്ന അത് ഗുളികയല്ലേ? ഒരു സംശയം വേണ്ട, മരുന്നും ഗുളികയും തന്നെയാണ്. എപ്പോ അത് തിരിച്ചറിയുന്നവരെ. ഇതിനകത്ത് ചിലപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴും പേടിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രൊഡക്റ്റ് കഴിക്കാൻ. ഇത് വെൽനസ് ആണ്, ഇനി വരുന്ന കാലഘട്ടം ഇൽനെസ് ആയിരുന്നു, ഇനി വരാൻ പോകുന്നത് വെൽനസ് ആണ്. ഇതല്ല എനിക്കറിയാം, ഓട്ടോറിക്ഷ പോകുമ്പോൾ എനിക്ക് എന്ത് വെൽനസ്, എനിക്ക് എന്ത് ഇൽനെസ്, എനിക്കെന്ത് ഡോക്ടർ DB നാരായണ, എനിക്ക് ആര്, ഇവരൊന്നും എനിക്കറിയാല, ഈ പ്രോഡക്റ്റിനെ പറിച്ച് അറിയാല. അതുകൊണ്ട് ആ പ്രോഡക്റ്റ് ഞാൻ കഴിച്ചില്ല എന്നുള്ളത് സത്യമാണ്. എത്ര? 2 വർഷം. നോക്കണേ, 2 വർഷത്തോളം. 2 വർഷം മുന്നേ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റി എങ്ങനെ വരുന്നത്? ചില ആൾ പറയല്ലേ, ഇതിനകത്ത് സുഹൃത്തുക്കളെ നിർബന്ധം കൊണ്ട് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബന്ധുക്കള് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിസൾട്ടൂടെ വരുന്നുണ്ടാവാം, അല്ലെ, കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ജോയിനിങ് ഉണ്ടല്ലോ, 5 ടൈപ്പ് ഓഫ് ജോയിനിങ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് റിസൾട്ടൂടെ വരേണ്ട ഒരാളായിരുന്നു. എങ്ങനെ? പ്രൊഡക്റ്റ് കണ്ടാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ? ഇല്ലാലോ, അത് വാങ്ങി ഉപയോഗിക്കണ്ടേ. പക്ഷെ ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയത് സത്യമാണ്, പക്ഷെ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ? പേടി. ഇതാറ്റം കുടിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും പറ്റുമോ? ഓട്ടോറിക്ഷയുള്ള സനൂപ് തന്നു, ഡോക്ടറൊന്നും അല്ലല്ലോ, ഓട്ടോറിക്ഷക്കാരനല്ലേ. പിന്നെ വെറുതെ ഇത് കഴിച്ചിട്ടൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് ആ ബ്ലഡ് പ്യൂരിഫയർ ആയിക്കോട്ടെ, ആ നോവേദന ക്യാപ്സൂൾ ആയിക്കോട്ടെ, ഇത് രണ്ടും കഴിച്ചിട്ടില്ല. രണ്ടും കളയാ ചെയ്തത്. അന്ന് അറിയാല ഇതിന്റെ മൂല്യം എത്രയാണ്, ആഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ആണ്, ഇത് വെൽനസ് ആണെന്നൊന്നും അറിയാല. അങ്ങനെ സനൂപിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ പ്രൊഡക്റ്റ് തന്ന്, നല്ല പ്രൊഡക്റ്റ് ആണല്ലോ സനൂപെ, ഇതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് വരും, അല്ലെ, ശരിയല്ലേ, പ്ലാന് പറയൽ തുടങ്ങും. ഇതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഞാനിത് കഴിക്കണ്ടേ, ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ സനൂപ് സാർ ഈ പരിസരത്തോട്ട് വന്നിട്ടില്ല. ശരിക്കുള്ള ഫോളോ അപ്പ് ഇല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഫോളോ അപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പില്ല. ആ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ബിസിനസ്സിൽ വന്നില്ല. പിന്നീട് ഞാൻ 10 വർഷം എടുത്ത മേഖല തന്നെ 1 വർഷം കിടന്നുപോയി. ആ കിടന്നുപോയ സമയത്ത് ലാസ്റ്റ് ഘട്ടത്തില് 2020 അടുത്ത സമയത്ത് ഞാൻ അധികവും സഹായിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എന്റെ ഓട്ടോറിക്ഷയുടെ, ശരത്ത് എന്നാണ് എന്റെ പേര്. ഈ ശരത്ത് എന്ത് സഹായം ഉണ്ടെങ്കിലും അവൻ എന്നോട് ചോദിക്കും, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യും, പലർക്കും ചെയ്യും, എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ ഈ ശരത്ത് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ കിടക്കും, ചെറുങ്ങനെ എഴുന്നേറ്റ് നടക്കാനെല്ലാം പറ്റോട്ടെ എനിക്ക്. അന്നേരം പറയും, ബിബിശേട്ടാ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, അടുക്കത്ത് നടക്കുന്ന സ്ഥലത്താണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പ്രൊഡക്റ്റിന്റെ ഇതാണ്, അങ്ങനെ ഇങ്ങനെ കുറെ പല ടൈപ്പിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ശരത്തെ, എനിക്കൊരു താല്പര്യമില്ല, എനിക്ക് അങ്ങോട്ട് വരാനേ പറ്റില്ല, നടക്കാനൊക്കെ പ്രയാസം, മടി, കാരണം നടക്കാനാവൂല, അവിടെ ഇരിക്കാനാവില്ല, അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലടാ, അങ്ങനെ ഇങ്ങനെ കുറെ പേരും. പിന്നെ ലാസ്റ്റ് ഘട്ടം ശരത്തനോട് തന്നെ ഞാൻ ഇത്രയും വിളിച്ചിട്ട്, ബിബിശേട്ടാ ഒരു സഹായത്തിന് നിങ്ങൾ എന്റെ കൂടെ വരൂലേ, ഒരു സഹായം ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഉപകാരം കിട്ടും, വേറെ ഒന്നും നിങ്ങൾ ചെയ്തു തരണ്ടെന്ന്. അപ്പൊ അതെനിക്ക് വല്ലാതെ കൊണ്ടു. ഞാൻ ജസ്റ്റ് ഒരു വലിയ ഭയങ്കര സംഭവം അവൻ വിളിച്ചിട്ട് പോകുന്നില്ല, ഞാനൊരു വലിയ സംഭവം പോലെ അവന് തോന്നണ്ട, നമുക്ക് ആരും അങ്ങനെ തോന്നൽ മോശമല്ലേ, എന്നാ പിന്നെ അവനൊരു സഹായം ആയിക്കോട്ടെ, ഞാൻ പോകാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെടാണ്ടായിപ്പോണ്ട. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ പ്ലാന് കേൾക്കാൻ പോകുന്നത്. ഞാൻ പോകുന്നതല്ല, ഞാൻ പറഞ്ഞു ശരി എന്റെ വീട്ടിലേക്ക് വന്നു എന്നാണ്. അന്ന് ഗ്രേറ്റ് ലീഡർ പ്രതീഷ് സാറും അനിൽകുമാർ സാറും എന്റെ വീട്ടിലേക്ക് വന്ന്, എനിക്കന്ന് മെല്ലെ എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കാൻ പറ്റും, ചെറിയ രീതിയിൽ, കൂടുതൽ ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കറിയാലോ, പ്ലാന് പറയാൻ പോകുന്ന 1.5-3 മണിക്കൂർ ഇവരിന്ന് അങ്ങ് സംസാരിക്കും, വട്ടം വരക്കുന്നുണ്ട്, ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട്, 2 ലക്ഷം പത്ര ഈലോടിയല്ല വന്നതെന്ന് എന്നോടൊന്നും ചോദിക്കണ്ട. സംഭവം 2 ലക്ഷം വന്നിന്, പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എവിലോടെ 2,10,000 വന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. 2,10,000 വന്നിന്. അന്ന് ഈ 2,10,000 കഥ പറയാന്നല്ലാണ്ട് എനിക്കൊന്നും മനസ്സിലായിക്കണം. കുറെ വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഇതൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ്
ഞാൻ എന്തായാലും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച ഈ ബിസിനസ്സിലേക്ക് ഭയങ്കര സംഭവം ജോയിൻ ചെയ്തല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ചെക്കൻ മോനെ സഹായിക്കണം, അത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞ സമയത്ത് അപ്പുറം ഇപ്പുറം ഐഡിയ അടിച്ചാൽ 3 ഐഡിയുടെ കഥ ഇവിടെ ആർക്കും അറിയാവുന്നില്ല, പുതിയ ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അതും കൂടി ഞാൻ ഇപ്പൊ പറയാം. അതായത് ഇതിൽ ഒരാൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കൊടുക്കുന്ന സമയത്ത് കമ്പനി പറയുന്നുണ്ട് നിങ്ങളെ പേരിൽ 3 ID ഒരേ സമയം അടിച്ചോളണേ, ഇല്ലെങ്കിൽ വലിയ നഷ്ടം. ഇപ്പൊ നമ്മള് ഗ്രേറ്റ് ലീഡർ WTC അപ്പൊ GTC ലീഡർ ആയിട്ട് ബെല്ലി സാറ്, GTCയിലേക്ക് പോകുന്ന ലീഡർ ബെല്ലി സാറ്, അദ്ദേഹത്തിന് 2 ID ഉള്ളൂ അടുത്ത്. കാരണം എന്താ, ഒന്ന് ധാരാളം അവന്റെ അടിച്ചിട്ട് രണ്ടാമത് ഇപ്പൊ അടിച്ച് 3ാമത് അടിക്കാനുള്ള അവസരം കിട്ടിയില്ല, അവിടെ പോയി. അല്ലെ ഇന്ന് 2 ID ITC 1 ID WTC ആണ്ട മനുഷ്യനാ. ഒന്ന് ആലോചിച്ച് നോക്ക്, 2 ID ITC 1 ID WTC ആണ്ട ആള് 1 ID മാത്രം അടിച്ചുകൊണ്ട് കിട്ടിയ ഗുണം അത്. അതുകൊണ്ട് ആരെങ്കിലും വെറും 5000 രൂപന്റെ ID അടിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഉടനെ എന്ത് ചെയ്യണം, ലെഫ്റ്റിലും റൈറ്റിലും കൂടി 15,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് 3 ID ആക്ടിവേഷൻ ആക്കണം. എനിക്കന്ന് പ്ലാനൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ 3 ID ഞാൻ ആക്ടിവേഷൻ 15,000 രൂപ പ്രൊഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറെ കഴിച്ച പ്രൊഡക്റ്റ്, ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് ഞാൻ കഴിച്ച സമയത്ത് എനിക്ക് ഏകദേശം മുഖത്തിന്റെ ഒക്കെ നല്ല ക്ലിയർ ആയത്, കോൺഫിഡന്റ് വന്ന് പ്രൊഡക്റ്റ്. ഈ ബിസിനസ് ഒന്നും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചില്ല. അപ്പൊ എനിക്ക് കുറച്ച് ബാക്ക് പെയിനും ഇതൊക്കെ മാറാൻ തുടങ്ങി. ഓരോന്ന് കഴിക്കുന്ന സമയത്ത് അത് മാറാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, പ്രൊഡക്റ്റ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബിസിനസ് ഒന്നും നോക്കിയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം 10,000 രൂപേന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ട്. ഒരു 5000 രൂപേന്റെ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് ഏകദേശം നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ അവിടെ കട്ടിന്റെ അടിയിൽ തന്നെ താട്ടി ഞാൻ മെല്ലെ വണ്ടി ഓട്ടോറിക്ഷ തന്നെ, എന്റെ പണി എന്താ ഓട്ടോറിക്ഷ ഓടിക്കലാണല്ലോ, ആ ഓട്ടോറിക്ഷ തന്നെ പോകാൻ തുടങ്ങി. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് റിസൾട്ടിൽ ഇത് ഭയങ്കര സംഭവം, ഇത് ചെയ്ത് കളി അങ്ങനെയൊന്നും ഞാൻ കണക്കാക്കിയില്ല കേട്ടോ. തുടക്ക സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ എങ്ങോട്ടാ പോയത്, ഓട്ടോറിക്ഷയിലാ പോയത്. അല്ലാണ്ട് മൈ ലൈഫ് സ്റ്റൈൽ ഭയങ്കര പ്രൊഡക്റ്റ് ഭയങ്കര ഇത് ചെയ്യാൻ പോയല്ല. അപ്പോഴാണ് ഇതിന്റെ ഫോളോ അപ്പിന്റെ പ്രയോറിറ്റി ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ ഓട്ടോറിക്ഷയിലേക്ക് പോയ സമയത്ത് ഓട്ടോറിക്ഷയിൽ എന്നെ കണ്ട സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എന്താ, എന്റെ മുഖം കുറേ മാറിയിട്ടുണ്ട്. നല്ല എന്താ പറയാ, നല്ലൊരു വേലൊന്നും കൊള്ളുന്നില്ലല്ലോ, ഓട്ടോറിക്ഷയിൽ ഒരു കൊല്ലം കിടപ്പല്ലേ. പക്ഷെ ഈ പ്രൊഡക്റ്റ് കഴിച്ചൊരു അപാര റിസൾട്ടാണ്. അപ്പൊ എന്നോട് നീതേടാ ഇത് എങ്ങനെ മാറി, ഏത് ഡോക്ടറെ കാണിച്ചെന്നൊക്കെ ചോദിച്ചതിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് മരുന്നുണ്ട്, ഇതൊക്കെ പെരട്ടിയതാണ്, ഇതൊക്കെ കുടിച്ചതാണ്, അത് ഏതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല, എന്റെ വീട്ടിൽ കുറെ ഉണ്ട്, ആർക്കങ്ങ് വേണേ ഞാൻ നാളെ കൊണ്ടുതരും. റീറ്റെയിൽ ഒന്നല്ല ഞാൻ പറയുന്നത്, ആർക്കും വേണേ ഞാൻ കൊണ്ടുത്തരും, നിങ്ങൾ കുടിച്ചോ, ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏകദേശം ഒരു കൊല്ലത്തുള്ള ഒരു പണിയില്ലാണ്ടിരുന്ന ഞാനായതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ കുറെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഏകദേശം 10,000 രൂപന്റെ പ്രൊഡക്റ്റ് ഏകദേശം 14,000 രൂപ എനിക്ക് റിട്ടേൺ കിട്ടിയ സാധനം. സ്പോട്ടിൽ ഒരാഴ്ച കൊണ്ട് സാധനം പ്രൊഡക്റ്റ് തീർന്നിട്ടോ. ഓരോരുത്തർ വന്ന് ഓട്ടോറിക്ഷ എടുത്തു പോയി, ഡിക്കിന്ന് വന്ന് എടുത്തു കൊണ്ടുപോകും, ബേക്കിന്ന് വന്നിട്ട്. പക്ഷെ എല്ലാവരും പൈസ തന്നിട്ടുണ്ടോ, MRP തന്നെ തന്നിട്ടുണ്ട്. എല്ലാവരും പൈസ തരാണ്ടല്ലോ ഓട്ടോറിക്ഷക്കാർ. കാരണം എന്താ, ഒരു കൊല്ലം കിടന്നു അല്ലേ, അവന്റെ പൈസ അല്ലേ എന്നുകൊണ്ട് 14,000 റുപ്യ 14,500 റുപ്യ എനിക്ക് റിട്ടേൺ കിട്ടിയ. നിങ്ങൾ നോക്കണം, ഏകദേശം 1,500-2,000 രൂപേന്റെ അടുത്ത് ലാഭം ഉണ്ട് നമുക്ക് പ്രൊഡക്റ്റ് വിറ്റാൽ. 10 റുപ്യന്റെ പ്രൊഡക്റ്റ് വിറ്റ് ലാഭം ഉണ്ടല്ലോ, അതോരോ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനനുസരിച്ചാ. അപ്പൊ എനിക്ക് കോൺഫിഡന്റ്, കാരണം എന്താ 15,000 മുടക്കിയിട്ട് ഏകദേശം 14,000 റുപ്യ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും മുടക്കില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ 5,000 റുപ്യന്റെ അടുത്ത് പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ 14,000 തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പൊ എന്തെന്ന് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സൈറ്റ്മെന്റോടെ ബിസിനസ് ചെയ്തോ, ഇല്ല, ആ സമയത്തും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്ത്, ഞാൻ വീണ്ടും ഓട്ടോറിക്ഷ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഗ്രേറ്റ് ലീഡർ പ്രദീപ് സാർ പറയുന്നത് ഒരു RTP എന്ന് പറയുന്ന സംഭവം ഉണ്ട്, നിങ്ങൾ അതിന് വരണം, 2,500 റുപ്യ തന്നെ. അപ്പം ശ്രദ്ധിച്ചോളെ, ഞാൻ എങ്ങനെയാണ് ക്ലിക്ക് ആകുന്നത്, അതായത് പ്രോഗ്രാമിന്റെ RTPന്റെ പ്രയോറിറ്റി ഞാൻ പറയുന്നത്. ഇത് പുതിയ ആളോടെല്ലാം പറയുന്നത്, TCA പോലെ ലീഡേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഇത് ഈ പറയുന്ന കാര്യം. കാരണം നിങ്ങളോട് വന്ന ആരെങ്കിലും എന്നെ പോലത്തെ അന്നത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മൈൻഡും ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുണ്ടെങ്കിൽ ഇങ്ങനെ RTPയോ RRോ അല്ലെങ്കിൽ 1 ഡേ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ GTSോ ഇങ്ങനെ എന്തേലും വലിയ ലീഡേഴ്സ് ലെജൻസിന്റെ വെക്കുന്ന സമയത്ത് അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ആ പ്രോഗ്രാമിൽ എത്തിക്കണം. ചിലപ്പോ വേറെ ലെവലിലേക്ക് അവർ മാറാൻ ആ ഒരൊറ്റ പ്രോഗ്രാം സഹായിക്കും. അങ്ങനെ നിർബന്ധിച്ച് RTP കൊണ്ടുപോയ സമയത്ത് അവിടുന്നാണ് എനിക്കിത് തിരിച്ചറിവുണ്ടാകുന്നത്. അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. എവിടുന്ന തിരിച്ചറിവ്? ആ RTP പ്രോഗ്രാമിലാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്. അവിടെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറയുന്നത്. നമുക്ക് വെള്ളി സാറ് 2 ഡേ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് വല്ലാതെ സങ്കടങ്ങൾ വരും, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് നമുക്കൊക്കെ വരും. നമുക്കറിയാം, അന്നൊരു തീരുമാനമൊക്കെ എടുത്ത് വരും നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത് വന്ന്
ശക്തമായി ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഈ ട്രെയിനിങ് ആർട്ടിബി അറ്റൻഡ് ചെയ്ത് ഞാൻ ഓട്ടോറിക്ഷക്കാരല്ല. അപ്പൊ ആരോടാ ഇത് പറയണ്ടേ? ഈ വന്നിട്ട് ഓട്ടോറിക്ഷക്കാരോടല്ലേ ഇത് പറയേണ്ടത്? ഞാൻ വെള്ളി സാർ ആർട്ടിബി അറ്റൻഡ് ചെയ്ത് ഇത് ഭയങ്കര സംഭവം അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. അവര് നമ്മൾ നല്ല ഊതി വീർപ്പിച്ച ബലൂണുണ്ടെങ്കിൽ ചെറിയ മുട്ടു സൂചി എടുത്ത് അവര് കുത്തിപ്പൊട്ടിക്കും. അതാണ് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കോൺഫിഡന്റ് കൂടി വന്നാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആളെടുത്താണ് പോകുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ഒരു തിരിച്ചറിവ് നമുക്കാ കിട്ടിയിട്ടുള്ളൂ, അവർക്ക് കിട്ടിയില്ല എന്ന്. അപ്പോ ഞാൻ അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഞാൻ സീരിയസ് ആവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ 10 വർഷം ഓടിയ മേഖലയിൽ നിന്ന് ഈ ബിസിനസ് അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ചെറുങ്ങനെ പോയ സമയത്ത് എനിക്കൊരു ചെറിയൊരു ടീമായി, വലിയ ടീമായിട്ടില്ലേ, ചെറിയൊരു ടീമായി 10-100 ആളുടെ ടീമായ സമയത്താണ് ക്വാറന്റൈൻ സിസ്റ്റം വരുന്നത്. ഞാൻ ആ സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ക്വാറന്റൈൻ സിസ്റ്റം വന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്ത് ലൂസായി എന്ന് പറഞ്ഞാല് എന്റെ വീട്ടുകാർക്ക് കോവിഡ് വന്നാൽ എന്റെ വീട്ടുകാർ മാത്രം പുറത്തു പോകണ്ട, അയൽവാസികൾക്കൊക്കെ പോകാം. അല്ലെങ്കിൽ എന്താ, ഒരു വാർഡിൽ ഒരാൾ വന്ന വാർഡ് മൊത്തം അടക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലൂസായി പോയ ശേഷം ആർക്കാണോ വന്നത് ആ വീട്ടുകാർ മാത്രം പോകാതിരുന്നാൽ മതി എന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും അങ്ങനെ, ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ബിസിനസ് സീരിയസ് അല്ലേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കാക്കിയൊക്കെ തേച്ച് ടിപ് ടോപ്പായി കുളിയൊക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷയിലേക്ക് പോകുന്ന സമയത്താണ്, പാർട്ട് ടൈം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈം ആയി പോകുന്ന സമയത്താണ് ഹെൽത്ത് നിന്ന് വിളി വരുന്നത്, നിങ്ങൾക്ക് കോവിഡായിട്ട് സമ്പർക്കമുണ്ട്, അച്ഛന് സമ്പർക്കമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയിലേക്ക് പോകാൻ പാടില്ല, ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്ത് വീട്ടിൽ തന്നെ കയറിയിരുന്നു. അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് അന്നത്തെ ആഴ്ച വരുമാനം. കാരണം എന്താ, അന്ന് ഏറ്റവും കൂടുതൽ കവചപ്രാവശ്യം 95 ഭയങ്കര ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്ന് സൂം മീറ്റിംഗ് ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ടീമില്. ശൈലേഷ് സാറ് കൃത്യമായ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കവചപ്രായത്തിന്റെയും 95-ന്റെയും ന്യൂട്രി ലൈഫിന്റെ ഒക്കെ ബോധ്യം ആ സമയത്ത് കഴിക്കേണ്ട ഒരു ബോധ്യം എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും അതാണ് വാങ്ങിക്കൊണ്ടിരുന്നത്, നന്നായിട്ട് വാങ്ങിയിട്ട്. പിന്നെ ഷോപ്പുകൾ എല്ലാ ദിവസവും തുറക്കൂല, ചില ആഴ്ചകൾ മാത്രം, ഒരു ദിവസം മാത്രം തുറക്കുന്നുണ്ട്. അപ്പൊ ഒരാഴ്ച തുറക്കുന്ന സമയത്ത് ആ ഒരാഴ്ചയുള്ള കൂടുതൽ കച്ചവടം കയറും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ആ സമയത്ത് 25,000 രൂപയാണ് എനിക്കിത് കാണിച്ചത്, 100% കാണിക്കുന്നത്. അപ്പൊ എനിക്കിത് വിശ്വാസമാണ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ലല്ലോ ആ സമയത്ത്. അപ്പൊ എനിക്ക് വിശ്വാസമാണ് ഇത് പൈസ തന്നെയാണോ, എത്രത്തോളം ഇത് ഓടിയിട്ടില്ല ഈ സാധനം. അപ്പൊ ലീഡേഴ്സിനോട് സ്ക്രീൻഷോട്ട് ഇട്ട സമയത്ത് ഇത് സംഭവം ഓക്കെ ആണ്, ഇത് 25,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ആഴ്ച വന്നത്, ഇത് കയറും എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റേഴ്സ് ആണ്. ഇത്രക്കാരം പൈസ ഇതിൻ്റെ അകത്ത് വരുവാണ്, 2,10,000 കിട്ടും നോക്കണേ. ഞാൻ ഇപ്പൊ RTC റാങ്കിൽ നിൽക്കുന്ന ഞാനല്ല കേട്ടോ പറഞ്ഞത്, ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഇതെന്ന് ഇയാൾ പറയുന്നത് നിങ്ങൾ തോന്നരുത്, അന്ന് തോന്നിയ കാര്യം പറഞ്ഞത്. അപ്പൊ എനിക്കിത് ഭയങ്കര, അപ്പൊ ഇതെങ്ങനെ ഇത്രക്കാരം പൈസ വന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് വരുമാനം, സത്യത്തിൽ ഒന്നും ചെയ്യാണ്ട് നിന്ന സമയമല്ല, ഞാൻ ആക്റ്റീവായി പ്രവർത്തിച്ച സമയത്ത് കിട്ടിയ വരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാസിയായി 10 വർഷങ്ങൾ 20 വർഷത്തിൽ എഫേർട്ട് ഇട്ടിട്ട് തിരിച്ചു വന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റാ. ഇന്നാക്റ്റീവ് ആയതാ, നമ്മുടെ സാന്നിധ്യം ഇല്ലാത്ത. അപ്പൊ ആ 10 വർഷം എടുത്ത മേഖലയിൽ നിന്ന് ഞാൻ തിരിച്ചറിവ് വന്നാൽ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, 25,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് ഇത് എനിക്കൊരു തിരിച്ചറിവായിരുന്നു. ഈ തിരിച്ചറിവ് ഞാൻ എല്ലാവരും ഇത് വളരെ ക്ലാരിറ്റിയോട് പറയും, പക്ഷെ ഇപ്പോഴും ഇത് തിരിച്ചറിയാതെ ഇത് ചെയ്യാതെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും 1, 2, 3 വർഷം വെറുതെ പിടിച്ചു നിന്നില്ല, ഇത് പഠിച്ചുകൊണ്ട് ചെയ്താൽ ഒരു സംശയവും വേണ്ട, വലിയ അച്ചീവറാവാൻ കഴിയും. തുടക്ക സമയത്തുള്ള കഷ്ടപ്പാട് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. തുടക്ക സമയത്ത് ഒരു TC, ATC, DTC ഒക്കെ ആക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. പിന്നെ സിസ്റ്റത്തിലാ പോകുന്നതെങ്കിൽ ആ സിസ്റ്റം റൺ ചെയ്തോളൂ. പിന്നെ എല്ലാവരും ഒരേ ഗ്രോത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരേ ഗ്രോത്തിൽ എല്ലാവരും പോകും. ഞാൻ ഇന്ന് വന്ന് ഒരു കൊല്ലം കൊണ്ട് TC ആയി, ATC ആയി, DTC ആയി. ചില ആൾക്കാർ വന്ന് ഒരു 6 മാസം കൊണ്ട് TC ആവും, ചില ആൾക്കാർ 2-3 മാസം കൊണ്ട് TC ആവും. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളായിരിക്കും, വ്യത്യസ്ത പ്രവർത്തനമായിരിക്കും. എങ്ങനെയാണോ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് ഒറ്റയടിക്ക് വന്നിട്ട് ആരും എന്തുണ്ട്, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇതൊന്നും ടെൻഷൻ ഒന്നും വേണ്ട. ഞാനിവിടെ എന്തൊക്കെ ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സീരിയസ് ആവേണ്ട കാര്യം ഞാൻ പറഞ്ഞാന്നല്ലോ. എന്താണ്, എങ്ങനെയാണ് ഞാൻ സീരിയസ് ആയത്, എന്തുകൊണ്ട് സീരിയസ് ആയിരുന്നു? കാരണം എന്താ, നമ്മൾ നിലവിൽ ചെയ്ത ജോലി ചെയ്ത് 10 വർഷം എടുത്തിട്ട് ഒരു കൂലി പോലും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇവിടെ ഒരു 5-6 മാസം പ്രവർത്തിക്കുന്ന സമയത്ത് ചെറിയൊരു ടീമിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കൊണ്ട് എന്റെ സാന്നിധ്യം ഇല്ലാന്നിട്ട് പോലും എനിക്കൊരു വരുമാനം കിട്ടിയതിന്റെ പേരാണ്
പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ മരിച്ചിട്ട് കിട്ടുന്നല്ല, പാസീവ് ഇൻകം. നമുക്ക് താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാനായിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടും. ഇതിലെ അതേപോലെ നോമിനേഷൻ ഫെസിലിറ്റി വരെ ഇതിനകത്തുണ്ട്. നമ്മളെ സാന്നിധ്യം മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത തലമുറക്ക് വരുമാനം കൂടി ഇത് കൊടുക്കുന്നുണ്ട്. ഒരു തലമുറ, ഞാൻ പറയാം 10 തലമുറക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ മുബീർ മുഹമ്മദ് ഏകദേശം 1 കോടിയുടെ അടുത്ത പ്രോഫിറ്റ് ഇല്ലേ. അദ്ദേഹം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, പറ്റാതിരിക്കട്ടെ, പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം, പ്ലാന് പ്രകാരം നിങ്ങൾക്ക് അറിയാം, അദ്ദേഹം നോമിനിയായ വൈഫിനേക്കും ആ 1 കോടി രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്, ഒരു സംശയം വേണ്ട. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ചെയ്തത് അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് കൃത്യമായി ആക്റ്റീവായി നിങ്ങൾ ചെയ്യാം. ഞാൻ ഇതിൽ പ്രവർത്തിക്കേണ്ട എൻ്റെ ഈ ഒരു സിസ്റ്റമാണ്. ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്താൽ ഒരു 10 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നാൽ വെറുതെ വന്നത് കൊണ്ട് കാര്യമില്ല. തുടക്ക സമയത്ത് ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്കിലും ചില ട്രെയിനിങ്ങിലോ ചില ഇത് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും പറയും ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയും. കാരണം എന്താണെന്ന് അറിയാം, ഒരു ഗോൾ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്തിനാണ് ഇതിലേക്ക് വന്നത്? നമ്മളെ കുടുംബത്തിനെ രക്ഷിക്കാനോ, ഒരു പ്രോഫിറ്റ് നേടാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ അതിനെല്ലാം ഒരു ലക്ഷ്യം വെക്കണം. കാരണം എനിക്ക് ഇവിടുന്ന് കോഴിക്കോടൊക്കെ പോകണമെങ്കിൽ എനിക്കൊരു ലക്ഷ്യമാണ്. എനിക്ക് കോഴിക്കോട് പോകണം. ഇത്ര സമയത്ത് ഒരു 6 മണിന്റെ ബസ്സിനാണ് ഞാൻ പോകേണ്ടതെങ്കിൽ എനിക്കറിയാം ഒരു 5:50 5:55 അവിടെ ടൗണിൽ പോയാൽ മാത്രമേ 6 മണിന്റെ ബസ് കിട്ടുള്ളൂ. അത് 6:15 6:00 ഞാൻ പോയി കഴിഞ്ഞാൽ ആ ബസ് കിട്ടുമോ? ഇല്ല. അപ്പൊ എനിക്ക് ലക്ഷ്യമുണ്ട്, 6 മണിക്ക് തന്നെ അവിടെ എത്തണം, എങ്കിലേ ആ ബസ് കിട്ടൂ. ഒരു ലക്ഷ്യമാണ്, ഗോൾ സെറ്റ് ചെയ്താണ്. അപ്പൊ പോണ്ടേ. അതേപോലെ നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കണം. ഫസ്റ്റില് തുടക്കത്തിൽ എന്ത് ചെയ്യണം, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ആ ഗോൾ സെറ്റ് ചെയ്താൽ ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഈ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു കേട്ടോ. ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആൾക്കാർ വേണ്ടേ. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോ ഈ ആഴ്ച എനിക്ക് 5000 രൂപ വരുമാനം വേണം, അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്ക് ടീം കോർഡിനേറ്റർ റാങ്ക് ആണോ, അല്ലെങ്കിൽ എനിക്ക് റൂബി ആണോ, അല്ലെങ്കിൽ ATC ആണോ, ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ആൾക്കാർ വേണ്ടേ. അപ്പൊ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ബിൽഡ് ചെയ്യണം. അതായത് ഒരു പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്ന സാധനം തന്നെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. എന്താണ്, ഫോണിൽ കുറെ നമ്പറില്ലേ, ആ ഫോണിലെ നമ്പർ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഫോണിലെ നമ്പർ എഴുതുന്ന സമയത്ത് ഇത് വിഭീഷ് ഓൻ ഓട്ടോറിക്ഷയിലാടോ, ഓൻ ചെയ്യൊന്നുമില്ല, ഇങ്ങനെ മുൻവിധി ഒരു കാരണവശാലും നിങ്ങൾ കാണരുത് ചെയ്തിട്ട്. ആര് എങ്ങനെ എപ്പോ പ്രവർത്തിക്കുന്നു ഒരു സംശയം വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രവചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, മുൻവിധിയോടെ ആരെയും കാണരുത്. ഇന്ന് ലിസ്റ്റ് ഇടുന്ന സമയത്ത് ആ ലിസ്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ലിസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്നും നോക്കണ്ട. തുടക്കത്തിൽ ഒരു ഫോണിലുള്ള കംപ്ലീറ്റ് നമ്പർ എഴുതി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ലിസ്റ്റ് ഒന്നുകൂടെ വായിച്ച് അതെന്ത് ചെയ്യണം, ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ആദ്യം നമ്മൾ ഫോണിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ A ലെറ്റർ ആണ്, എയിലുള്ളത് തീർത്താണ് വരിക, അല്ലെ മലയാളത്തിൽ തീർത്ത വരിക. നിങ്ങൾ അതൊന്നും നോക്കണം, അത് കറക്റ്റ് എഴുതി വെക്കുക. ഒരു 100 150 200 250 എത്രയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, മിനിമം ഒരു 100 ആളെ ലിസ്റ്റെങ്കിലും ഇടുക. നിങ്ങളെ ഫോണിൽ ഉണ്ടെന്ന് നമ്മൾ പറയും 100 ആളെ ലിസ്റ്റ് എന്നറിയും. മിനിമം ഒരു വീട്ടിൽ കൂടലുണ്ടെങ്കിൽ, അല്ല ഒരു കല്യാണം ഉണ്ടെങ്കിൽ 500 1000 ആൾ പങ്കെടുക്കാത്ത, വേണ്ട ഒരു പിറന്നാളുണ്ടെങ്കിൽ ഒരു 100 ആൾ പങ്കെടുക്കാത്ത പിറന്നാളുണ്ടോ. അപ്പൊ ഈ ആളില്ല എന്ന് മാത്രം പറയരുത്. അപ്പൊ നിങ്ങൾ ആ ലിസ്റ്റ് ഇടുക. അത് കുടുംബക്കാരാ ബന്ധുക്കളാ ആരും ആവട്ടെ, അവരെ ലിസ്റ്റ് നിങ്ങൾ ഇടുക. ആ ലിസ്റ്റ് ഇട്ട ശേഷം ഒന്നുകൂടെ വായിച്ചിട്ട് അതിനൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾ 150 ആളെ പേരായിട്ടെങ്കിൽ ആ 150 ആളെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ആർക്ക് ആദ്യം കൊടുക്കണം, അവരൊരു 10 ആളെ ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യുക. ഞാൻ പറഞ്ഞ ക്ലിയർ, ഒരു 150 ആളെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച സമയത്ത് വിഭീഷ് ഇവൻ എന്താണ് ഫസ്റ്റ് കൊടുക്കുക, അനീഷ് ഇവൻ എന്താണ് കൊടുക്കുക, ഫൗസിയ മേഡം ഇവർക്ക് എന്താണ് കൊടുക്കുക. അങ്ങനെ ഒരു 10 ആളെ പേര്, ഈ 10 ആള് നിങ്ങൾ പറഞ്ഞ ഭയങ്കര പ്രയോറിറ്റി ലിസ്റ്റുള്ള 10 ആള് ഇവരെപ്പോഴും വരുമോ പറഞ്ഞാല് ഒരിക്കലും ഇല്ല. പക്ഷെ ഒന്ന് ജസ്റ്റ് നമുക്കൊരു കോൺഫിഡന്റ് ഉള്ള ഒരാളാണ് ഇവര് വരണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഒരു നിർബന്ധമില്ല. കാരണം എന്താ, ഞാൻ ഓട്ടോറിക്ഷയിൽ ഏകദേശം 800-900 ആൾക്കാരോട് പറഞ്ഞിട്ട് ഒരു കുട്ടി പോലും വന്നിട്ടില്ല. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ കളവ് പറയുന്നല്ല. നിങ്ങൾ ആര് വന്നാൽ ഞാൻ എന്റെ ലിസ്റ്റ് എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ രഘുവേട്ടൻ എന്ന് പറയുന്ന 800 ചില്ലായിട്ടുള്ള നമ്പറാണ്
ആര് രഘുവട്ടൻ തന്നെ, എന്റെ ഗ്രേറ്റ് ലീഡർ രഘുവട്ടൻ. എനിക്കൊന്ന് ജെ സാറ് ഏകദേശം 86ാമത്തെ ലിസ്റ്റിലാണ് ജെ സാറ്. നിങ്ങൾ നോക്കണം, സജി സാറും അതേപോലെ തന്നെ ലിസ്റ്റ് താഴെയുള്ള ലിസ്റ്റാ. ഈ 1, 2, 3 ആൾക്കാർ ഇപ്പോഴും വന്നിട്ടില്ല, 10, 15, 20 വന്നിട്ടില്ല. 80, 800 ആള് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ ഒന്നാമത്തെ 2ാമത്തെ ആൾക്കാരോട് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ 800 ചില്ലാൻ 886ാമത്തെ ലിസ്റ്റായിട്ട് രഘു എന്ന് പറയുന്നത് എന്റെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ, സോണൽ ടീം കോർഡിനേറ്റർ പോകുന്ന ആളാ. ഈ ഞാൻ ഒരു 100 ആളെ വരെ ഒരു 10 ആളെ ഫോക്കസ് ചെയ്ത് 10 ആളെ ലിസ്റ്റ് വായിച്ച് അവരോട് പറഞ്ഞ് ഞാൻ ഈ 886ലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ രഘു എന്ന് പറയുന്ന ആൾ ഇന്ന് ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ ഓരോന്നിനും പ്രയോറിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മാറ്റി മാറ്റി ഇങ്ങോട്ടേക്ക് എഴുതണം എന്ന് പറഞ്ഞത്. പിന്നെ എന്ത് വേണം, അത് കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കിയാൽ നന്നായിട്ട് എന്തിനാ പഠനത്തിന് മുൻഗണന കൊടുക്കണം. അത് എന്താവട്ടെ. കാരണം എന്താ, കണ്ടിന്യൂ ലേണിംഗ് ഉണ്ടാവണം. ആ ലേണിംഗ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാല് നമുക്ക് പല മേഖലയിൽ നമ്മൾ പോയിട്ടുണ്ടാവും, പക്ഷെ അത് പഠിക്കണം. അത് ഓട്ടോറിക്ഷ, ഞാൻ ചോദിക്കട്ടെ, ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത് ഞാൻ ഓട്ടോറിക്ഷയെ കുറിച്ച് പഠിക്കണ്ടേ? അത് പഠിക്കാണ്ട് എനിക്ക് ഓടാൻ പറ്റുമോ? അതിന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെ വണ്ടി അറിയുന്ന ഒരാളെ അടുത്ത് പോയി ഇരിക്കണ്ടേ? ഒരു സംശയവും വേണ്ട. പഠനം ഇല്ലാതെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല. നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതിനാ എന്തോ ഒരു ജോലിക്കല്ലേ, അവർ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ അവർക്ക് ജോലി കിട്ടുന്നുള്ളൂ, അല്ലാതെ കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് പഠനം മസ്റ്റാണ്. അറിവ് തന്നെയാണ് ഈ ബിസിനസ്സിന്റെ ആയുധം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആയുധം അറിവ് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം അറിവ് കിട്ടാനുള്ളത് അത് കൃത്യമായി പഠിച്ചു നോക്കാം. ആ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യം മാത്രമാണ് അതെന്ത് ചെയ്യുക, മറ്റുള്ളവരെ മെല്ലെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് നല്ലൊരു ബോധം നമുക്ക് ഉണ്ടാകണം. എന്താണ് ഉൽപ്പന്നം? ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു അറിവില്ലെങ്കിൽ, കുറച്ച് ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവർ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കഫ്നിൽ കിട്ടിയാൽ ഇത് കഫ്നിലാണെന്നും ഇത് ചുമക്കുള്ളതാണെന്നും വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം ഒന്ന് കഴിച്ച് നോക്കണം. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ കഴിച്ച ഉൽപ്പന്നം മാത്രം നമുക്ക് കോൺഫിഡന്റ് വരും. എല്ലാ പ്രൊഡക്റ്റും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാലോ, അരി വെന്തോന്ന് അറിയാൻ എല്ലാവറ്റും ഞെക്കി നോക്കുന്ന സ്വഭാവം നമുക്കില്ലാലോ, ഉണ്ടോ? ഇല്ല. അതുപോലെ പ്രൊഡക്റ്റ് നമുക്ക് 95 കർക്കിടക മാസത്തിൽ ഏറ്റവും ബെസ്റ്റ് സാധന ഇവിടെ ലക്കിപ്പോയ ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ കവചപ്രാശം നമ്മൾ കഴിക്കേണ്ടതല്ലേ. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ ആഴത്തുള്ള അറിവ് നമുക്ക് കഴിച്ചിട്ടെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണം. പിന്നെ 5ാമത് നമുക്ക് എന്താ, നമ്മൾ കേൾക്കാൻ തയ്യാറാണോ? ലിസൺ ഫസ്റ്റ് എന്ന് പറയാം. അത് എന്താണെന്നറിയോ, നമ്മളൊരാളോട് പ്ലാൻ വരുന്ന സമയത്ത് അവര് പറയുന്നൊന്നും നമ്മളെ മണി ചെയിനാണെന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഫയർ ചെയ്തിട്ടുണ്ടാവും, അടിച്ചയക്കണ്ട. ഇങ്ങനെ പറയരുത്. അവർക്ക് എന്താണ് പറയാനുള്ളത് ക്ഷമയോട് കേൾക്കുക. നമ്മൾ കേൾവിക്കാരനാകാം. 80% അവര് പറയട്ടെ, നമ്മൾ 20% മാത്രമേ പറയൂ. മണി ചെയിനാണോ? ശരിയാണ് സാറേ, മണി ചെയിനാണില്ലേ. പക്ഷെ നമ്മൾ പറയുന്നത് FSS പറയുന്ന സമയത്ത് എസ് ബട്ട് തിയറി ഉണ്ട്. അവർ മണി ചെയിനാണോ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. എന്നിട്ട് അവരോടൊക്കെ സാർ ഉദ്ദേശിച്ച് എങ്ങനെയാണ് മണി ചെയിൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവർക്ക് കൃത്യമായി പറയാന്നല്ല, ഇത് മണി ചെയിനല്ലേ എന്ന് പറയാനേ പറ്റൂ. അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചാൽ എങ്ങനെ, നിങ്ങൾ പറഞ്ഞ ശരി കേട്ടോ, അവർ അംഗീകരിക്കണം ആദ്യം. അല്ലാതെ അവർ അംഗീകരിച്ചില്ല അവർക്ക് ഈഗോ വരും, തർക്കിക്കാൻ നിന്ന് ഈഗോ വരും, പിന്നെ അത് കേൾക്കാൻ നിൽക്കൂല പ്ലാൻ. അപ്പം അവർ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ 2 കൈ അടിക്കുന്ന സമയത്തല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഇത് മണി ചെയിനല്ലേ എന്ന് എന്നോട് ഫൗസിയ മേഡം പറയുന്ന സമയത്ത്, ഫൗസിയ മേഡം ഒരു ലീഡറാണ്. ഫൗസിയ മേഡം എന്നോടാണ്, നിങ്ങൾ സാർ പറഞ്ഞ ശരി കേട്ടോ, ഒരു മണി ചെയിൻ ആണില്ലേ, അങ്ങനെ തോന്നുന്നുണ്ടല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാർ ഇതും കൂടി ഒന്ന് കേട്ടോ, ഇങ്ങനെ ആയിരിക്കില്ലേ മണി ചെയിൻ നിങ്ങൾ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാനുള്ള ഒരു കോൺഫിഡന്റ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു എന്തിനു ആത്മവിശ്വാസം, പഠനവും. ഞാൻ പറഞ്ഞല്ലോ പഠിക്കണം, ഞാൻ പറഞ്ഞല്ലോ മേലെ, എന്നാലേ ഇത് പറയാനാവുള്ളൂ. അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പഠനം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കേൾവിക്കാരനായി കഴിഞ്ഞാൽ പിന്നെ 6ാമത് നമ്മളുണ്ടോ, കൺസിസ്റ്റൻസി ആണ്. തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. ഇന്ന് പ്രവർത്തിച്ച് ഈ ഒരാഴ്ച GTS പോയി, അടുത്ത ആഴ്ച കയ്യല, 2 ആഴ്ച കഴിയട്ടെ, ഇങ്ങനെ പറ്റില്ല. തുടർച്ചയായ എന്ത് കാര്യം, പഠനമായിക്കോട്ടെ, പ്രൊഡക്റ്റ് കൊടുക്കുന്നതായിക്കോട്ടെ, GTS പോകുന്നതായിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, കണ്ടിന്യൂ ആയിക്കണം, കൺസിസ്റ്റന്റ് ആയിക്കണം, തുടർച്ച ഉണ്ടാവണം അത് സാധനത്തിന്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരാളും വിജയിക്കില്ല, ഒരു സംശയം വേണ്ട. ഒരു വിജയം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല. നമ്മൾ എല്ലാപ്പോഴും ട്രെയിനിങ് കേട്ട വലിയൊരു പാറൊക്കെ അടിക്കുന്ന സമയത്ത് 1, 2, 3, 4, 10 അടിച്ച സമയത്ത് പൊട്ടിയില്ല. പക്ഷെങ്കിൽ 11ാമത്തെ അടി ഉള്ളു പൊട്ടിക്കഴിഞ്ഞത്. 11 ചിലപ്പോൾ ആ ചുറ്റിക്കൊന്ന് ആ കല്ലുമ്മേൽ വീണാൽ മതി, അപ്പൊ പൊട്ടും. ഈ 10ാമത്തെ അടി അടിച്ച് അയാളെ പോയി.
ഫൗസിയ മാഡം വന്ന് ആ ചുറ്റി എടുത്തോന്ന് ചെറുങ്ങനെ മുട്ടുമുടക്കുക, അത് പൊട്ടിപ്പോയി, ഒരടിക്ക് പൊട്ടിയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അല്ല, 10 അടി വേറെ ആൾ അടിച്ചിട്ടുണ്ട് അവിടെ. അതേപോലത്തെ പ്ലാന് നിങ്ങൾ ഉറപ്പിച്ചോ. നിങ്ങൾക്ക് മുന്നേ 10 ആൾ ചിലപ്പോൾ ഈ പ്ലാന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തുടർച്ച ഉണ്ടാവണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. പഠിപ്പായിക്കോട്ടെ, പ്ലാനിങ് ആയിക്കോട്ടെ, ഫോളോ അപ്പ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും തുടർച്ച ഉണ്ടാവണം. പിന്നെ 7ാമത്തെ എന്താ, നോ കേൾക്കാൻ നമുക്ക് എപ്പോഴും തയ്യാറാണ്. നിരസിക്കൽ വേണം. അപ്പൊ റിജക്ഷൻ, ഹാൻഡിലിംഗ് റിജക്ഷൻ എന്നാ പറയാം. അത് കേൾക്കാൻ നമുക്ക് തയ്യാറാണോ? നോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വരുന്നില്ല എന്നല്ല, അത് അവർക്ക് ആ സമയത്ത് നോ ആണ്. പക്ഷെ ഏതെങ്കിലും സമയത്ത് എസ്സിലേക്ക് വരും. ഇനി നമ്മളൊരു എന്റെ പട്ടി പോവും അങ്ങോട്ടേക്ക്, ഓനോട് 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയരുത്. ആ ഒരു ക്ഷമ നമുക്ക് ഉണ്ടാവണം. കാരണം ഫോളോ അപ്പ് ആണ് ഈ ബിസിനസ്സിന്റെ നട്ടെല്ല് എന്ന് ഞാൻ പറയും. ഫോളോ അപ്പ് ചെയ്യണം. അത് പ്രൊഡക്റ്റ് കൊടുക്കലായിക്കോട്ടെ, പ്ലാന് കൊടുക്കലായിക്കോട്ടെ, ഒരു സംശയം വേണം, ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. കൃത്യമായ ഫോളോ അപ്പ് ആരാണ്? അവരാണ് ലീഡർ. ഉമ്മർ സാറിന് ഏറ്റവും വലിയ ഉദാഹരണം. അത് ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ, വാട്സപ്പ് കൂടെ ആയിക്കോട്ടെ, സ്റ്റാറ്റസിലൂടെ ആയിക്കോട്ടെ, ഫോളോ അപ്പിന്റെ ഏറ്റവും വലിയ മാതൃക തന്നെ ഉമ്മർ സാദാ, ഒരു സംശയം വേണ്ട. 8ാമത്തെ എന്താണ്, ഇതൊരു ടീം വർക്കാണ്. ഇതിന്റെ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന സാധനമല്ല, ഇത് ടീം വർക്കാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഞാൻ ഒറ്റക്ക് അങ്ങനെ പറ്റൂല. അത് ലീഡറെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ലീഡറെ കൂടെ നമ്മൾ വിശ്വസിച്ച് പോകണം. ലീഡർ എന്താണോ പറയുന്നത് കറക്റ്റ്, ഇതൊരു ടീമാണ് എന്നുള്ളത് നമുക്കൊരു എപ്പോഴും ബോധ്യം ഉണ്ടാകുമോ. ഇത് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളറിയാലേ, നമുക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് തളർച്ച ഉണ്ടാകും. അത് കൂട്ടമായ നടക്കുന്ന എന്തെങ്കിലോ തളർച്ച കുറവായിരിക്കും. നമ്മൾ പലതും സംസാരിച്ചോണ്ട് മുന്നോട്ട് പോകും അല്ലെ. ഇതൊരു കഥ എന്നല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെ. ഞങ്ങൾ വെറുതെ ഉൾക്കൊണ്ട് നോക്ക്, അത് സത്യമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് മടുപ്പ് വരും, ദൂരം കൂടുതൽ പോകുന്ന സമയം. അപ്പൊ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിലോ ഭയങ്കര രസമായിരിക്കും. നമ്മൾ 5-10 പേരുണ്ടെങ്കിലോ ഭയങ്കര കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോകണം, ഭയങ്കര രസമായിരിക്കും. ആ സാധനം ദൂരം അറിയാലോ. നമ്മൾ പറയല്ലേ, ഇത്ര ക്ഷണം നമ്മൾ എത്തിയത് പോലും നമ്മൾ അറിയുന്നില്ല എന്ന് പറയും. കാരണം എന്താ, അതങ്ങനെയാണ്. നമ്മൾ കൂട്ടമായിട്ടാണ് പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ. ഒരു നെറ്റ് വർക്കാണ്, ഇതൊരു ടീം വർക്കാണ്, ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മുടെ സീനിയർ ലീഡറായിട്ട് നമ്മൾ എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് വേണം പോകാൻ. പിന്നെ നമുക്ക് മുമ്പ് ഒരു കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുപോകണം. അത് തുടക്കത്തിലേ പോകണമെന്നെല്ലാം പറഞ്ഞു കേട്ടോ. ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിക്കഴിച്ചാൽ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്നതല്ല, ഇപ്പൊ നാളെ എന്നെ കണ്ടിട്ട് സാർ നിങ്ങൾ പ്രൊഫഷണൽ ഒന്നും ആയിക്കില്ലല്ലോ എന്ന് പറയണ്ട. അവരായിക്കില്ല, ആവണ്ട, നമുക്കാവാൻ പറ്റുമോ അല്ലെ. ചില ഒരു കുരിക്കള് ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നു, ഇത് എടുക്കുന്നത് അങ്ങനെ വള ഇങ്ങനെ വള. അപ്പൊ കുരിക്കൾ കുറെ കാലം ഇത് ചെയ്യാത്തതുകൊണ്ട് നല്ല തടിയൊക്കെ വന്നതുകൊണ്ട് ഒരിക്കലും ഓക്കെയാണ്. ഇപ്പൊ പി ടി ഉഷന്റെ നമ്പ്യാർ ഓടിയിട്ടാണോ കപ്പ് ഇത് കിട്ടുന്നത് ഓട്ട മത്സരത്തല്ല. പി ടി ഉഷന്റെ അത്ര ഓടാൻ അദ്ദേഹത്തിന്, പക്ഷെ അതൊരു പരിശീലകനാ. 10ാമത്തെ ലാസ്റ്റ് പോയിന്റാണ്. ഇത് ഇമ്പോർട്ടന്റ്, ഈ ബിസിനസിന്റെ ഏറ്റവും മർമ്മം ഞാൻ പറയുമ്പോഴാണെങ്കിൽ. കാരണം എന്താ പറയുക, ക്ഷമ ഉണ്ടാവണം, സ്ഥിരോത്സാഹം ഉണ്ടാവണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ, ക്ഷമ ഇല്ലെങ്കിൽ ഈ ബിസിനസ് എന്നല്ല ഒന്നിലും വിജയിക്കാൻ കഴിയില്ല. ഒരാൾ എന്തേലും പറയുമ്പോൾ അപ്പൊ തന്നെ അടിച്ച് പിരിഞ്ഞ്, ഞാനും ജോജിയും അടിച്ച് പിരിഞ്ഞ് നിങ്ങൾ പറയരുത്. ക്ഷമ കാണിക്കണം. അത് ലീഡേഴ്സ് ആയിക്കോട്ടെ, അത് വീട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വളരെ ക്ഷമയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ. ഇങ്ങനെ ഇത് ഞാനൊരു ജസ്റ്റ് 10 കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഇത് ഈ ബിസിനസ് എന്നല്ല, നമുക്ക് എവിടെയും ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലേക്ക് വിജയിക്കാൻ കഴിയും. എന്താണ് പറഞ്ഞത്, 9ാമത്തെ കിട്ടിയില്ലേ? 9ാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ശരി, ഞാനൊന്ന് പറഞ്ഞുതരാം 9ാമത്തെ പോയിന്റ് എന്താണെന്ന്. ഓക്കെ, 9ാമത്തേത് ഒരു പ്രൊഫഷണലിസം വേണം. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞില്ലേ, 9ാമത്തെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുവരണം. അപ്പൊ ഞാനൊരു ബിസിനസ്സുകാരൻ, ഇത് തുടക്കത്തിലുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ കാര്യമല്ല പറഞ്ഞത്. ഒരു DTC, ZDC, TC, ATC ഒക്കെ ആകുന്ന സമയത്ത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നല്ലൊരു വസ്ത്രം ഒരു DTC ആകുന്ന സമയത്ത് വലിയൊരു 2000-3000 റുപ്യന്റെ വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഒരു 800-900 റുപ്യന്റെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സാധാരണക്കാരോടെ പറയുന്ന കേട്ടോ ഞാൻ. ഒരു മോശമില്ലാത്ത രീതിയിൽ വസ്ത്രം അത് തേച്ചൊക്കെ ഇട്ടാൽ മതി. ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ 2500-3000 റുപ്യന്റെ വസ്ത്രമൊക്കെ എടുക്കാനാവോ? ഇല്ല. പക്ഷെ ഇടുന്ന വസ്ത്രം ഒന്ന് തേച്ച് ഇസ്തിരിയൊക്കെ ഇട്ട് ഇൻസൈഡ് ഒക്കെ. ചില ആളുണ്ടാവും, നമ്മൾ പ്ലാൻ വരുമ്പോ സാറേ എന്ന് വെച്ചിട്ട് ഫുള്ള് ഒരു DTC ലീഡർ ആയിരിക്കും, കണ്ടാ അറിയാം അത് ഞാൻ ആരും ഇൻസൾട്ട് ചെയ്ത് പറയുന്നത് നമ്മുടെ ടീമിലൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കും എന്നിട്ട്, ഇതെന്താ ഇത്
അവര് തേപ്പിന്റെ പണിക്കാരനാണ്, കെട്ടിന്റെ പണിക്കാരനാണ്. ഞാൻ അവരെ കുറ്റം പറയല്ല, പക്ഷെ ആ രീതിയിലാണ് വരിക. സാറേ നമ്മൾ പോവാന്ന് ചോദിക്കും. ഇപ്പോഴും ATC ലീഡറൊക്കെ അങ്ങനെ വരുന്നുണ്ട് എൻ്റെ കൂടി, ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ കുറ്റായിട്ടൊന്നും എന്നാൽ ഞാൻ ചോദിക്കുകയല്ല, ഇതെന്താ ഇത്, ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരാളാണ്. നിങ്ങളെ മാറ്റം കാണണ്ടേ? നിങ്ങളെ വരുമാനം ഒന്നും ആദ്യം ഒന്നും കിട്ടുമൊന്നുമില്ല, തുടക്കത്തിൽ ചെറിയ വരുമാനമല്ലേ കിട്ടും. പക്ഷെ നമ്മള് ഈ വസ്ത്രധാരണം കാണുമ്പോൾ പറയും, വിഭീഷ എന്തായാലും ഇനി മാറി കേട്ടോ. ഞാനെങ്ങനെ ഒരു കാക്കി ഷർട്ട് ഉണ്ടാവും, ഒരു കയലി മുണ്ടുണ്ടാവും അല്ലെ, അതൊരു ചിലപ്പോൾ ഒരു കളിയായിരിക്കും, ചിലപ്പം കാവിയായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കളറായിരിക്കും. ഇങ്ങനത്തെ കളർ മുണ്ടുവിട്ടാ ഞാൻ നടക്കും, ഇൻസൈഡ് ആക്കിയിട്ടാണ് നടക്കല്. അല്ല, ഒരു കാക്കി ഉണ്ടാവും, ഷർട്ട് ഉണ്ടാവും. അത് വന്ന പാട് പിന്നെ ഇത് കുറച്ച് ആ സമയത്ത് ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഷർട്ട് ഇടൽ തുടങ്ങി. ആദ്യം ഷർട്ട് ഇട്ട് എന്താ പ്രശ്നം എന്ന് അറിയാം, രണ്ടാമത് പാന്റ് ഇടുമ്പോൾ ഷർട്ട് ഉള്ളിൽ അങ്ങായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഞാൻ പാന്റിന് ഇടല്ലേ, മുണ്ടിട്ട് ഷർട്ടിന് ഇടും. അതുകൊണ്ട് എന്താ മുണ്ട് ഷർട്ട് പുറത്താണ്ടാവുക. ഇപ്പൊ ആദ്യം ഷർട്ട് ഇടുന്നുണ്ട്, രണ്ടാമത് പാന്റ് ഇടുന്നുണ്ട്, ഷർട്ട് പാന്റിന്റെ ഉള്ളിലാവുക. അതിന് പറയുന്ന പേരാണ് ഇൻസൈഡ് ആക്കുവാന്ന്. ബെല്ലി സാർ അറിയുന്നില്ലേ, ടൈ കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയല്ല ഓട്ടോമാറ്റിക്കലി വരുമെന്ന് ബെല്ലി സാർ എപ്പോഴും പറയാൻ നിൽക്കുന്നില്ല. കാരണം എന്താ, ടൈയും കെട്ടിയിട്ട് മുണ്ട് കൊടുത്ത് ആരെങ്കിലും പോവോ? ടൈ കെട്ടിയാൽ ഓൾറെഡി എന്ത് ചെയ്യും, കൈ ഇങ്ങനെ നല്ല ഷർട്ട് ഇടും, പിന്നെ ഓൾറെഡി ബട്ടൺസ് ഇട്ടു, പിന്നെ എന്ത് ചെയ്യും, ഇൻസൈഡ് ആക്കൂ, ഇതൊക്കെ ശരിയാവും. ടൈ മാത്രം അത് ഭയങ്കര സംഭവം എന്നല്ലേ. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഒരൊറ്റ കഥ പറഞ്ഞു. ഇത് നിങ്ങൾ എനിക്ക് ഇത് കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ധാരാണി ഉസ്താദിന്റെ മുന്നിലൊക്കെ നമ്മൾ കഥ പറയുന്നെങ്കിൽ ധാരാണി ഉസ്താദ് ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പുലിന്റെ മടയിൽ വന്ന് കഥ പറയണം. എന്നാലും എനിക്കിത് പറഞ്ഞു പഠിക്കണല്ലോ, ഞാൻ പറയുന്നത് മനസ്സിലായിക്കോ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല, ഇത് എനിക്ക് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടാ. അത് അങ്ങനെ പറയണം. ഞാൻ എപ്പോഴും മീറ്റിങ്ങിൽ എല്ലാവരോടും പറയുന്ന അറിയോ, നിങ്ങൾക്ക് എൻ്റെ ഒരു ഗ്രേറ്റ് ലീഡറാണ് ഷംന മേഡം. ഷംന മേഡത്തിനെ ഞാൻ ഫസ്റ്റ് ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെട്ട സമയത്ത് ഞാൻ കട്ടിങ് അടിച്ച് പ്രോഗ്രാം ജയ സാറോടാണ്, ജയ സാറെ നിങ്ങളെ വീട്ടിൽ കട്ടിങ് അടിച്ച് പ്രോഗ്രാം വെക്കണം. കട്ടിങ് അടിച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്ജെല്ലാം ചെത്തിക്കളല്ലേ, നിങ്ങൾ കണ്ടില്ല വണ്ടീന്റെ ടയറിന്റെ എഡ്ജൊക്കെ ചെത്തിക്കളയെന്ന് പറഞ്ഞില്ല, അതുപോലെ പലതും നമുക്ക് ചെത്തിക്കളയാണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കട്ടിങ് അടിച്ച് ലീഡർ ഈ ലീഡേഴ്സ് ഉണ്ടാകുന്ന ഇവിടുന്ന് ഫീൽഡിൽ നിന്ന് ലീഡേഴ്സ് ഉണ്ടായിട്ട് ചെറിയ എന്ത് ചെയ്യണം, ഹോം മീറ്റിംഗിൽ നിന്നും ചെറിയ ഡിസ്ട്രിബ്യൂട്ടർ മീറ്റിംഗിൽ നിന്നും ഇവിടുന്നാണ് ചെറിയ ലീഡേഴ്സിനെ രൂപപ്പെടുത്തി എടുത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ പോകണം, കട്ടിങ് അടിച്ച് വർക്ക്ഷോപ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ പോകണം, ചെറിയൊരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് പോകണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. എന്താ നിങ്ങളൊരു പേര് ചോദിക്കുന്ന സമയത്ത് എന്റെ പേര് വിഭീഷ് എന്നാണ്, സ്ഥലം മൊകേരിയാണ് എന്ന് തെറ്റിക്കുക. നമ്മൾ പിന്നെ പറയാനാവില്ല ചിലപ്പം, നിങ്ങൾ അവിടെ വന്നിരുന്നോളൂ. ഇങ്ങനെ 10 മീറ്റിംഗിൽ നിങ്ങൾ പറയുന്നവർക്ക് നമുക്ക് സഭാകമ്പം എന്ന് പറയുന്ന സാധനം, അത് 10 ആളെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന സാധനം, അതിന് സഭാകമ്പം എന്ന് പറയാം. ഇതങ്ങ് മാറിക്കിട്ടും. പിന്നെ എന്റെ പേര് വിഭീഷ് എന്ന് പറയുന്നത്, എന്റെ പേര് വിഭീഷ് എന്നാണ്, ഞാൻ ഓട്ടോറിക്ഷ മേഖലയിൽ നിന്ന് അങ്ങനെ പറയൽ തുടങ്ങും. രണ്ടാമത് കാരണം എന്താ, എനിക്ക് മാറിക്കിട്ടി, ഒരു 5-6 ആളെ മുന്നിൽ സംസാരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കട്ടിങ് അടിച്ച് വെച്ച സമയത്ത് നിങ്ങൾ നോക്കണം, ഷംന മേഡത്തിന്റെ നേരെ അയൽവാസിയാണ് ജയ സാർ, തൊട്ടടുത്ത് ഒരു പറമ്പിൽ എന്ന് പറയാം. അവിടുന്ന് എല്ലാ ദിവസവും കാണുന്നതാണ് ജയ സാറെ കാണുന്നത്. ജയ സാറെ ഫാമിലിനെ ഷംന മേഡം കാണുന്നതല്ലേ. ദിനേശ് സാർ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട അയൽവാസിയാണ് ദിനേശ് സാറ്. ഒന്ന് ഷംന മേഡം ഉണ്ടാവും, ഒന്ന് ദിനേശ് സാർ ഉണ്ടാവും, ഒന്ന് ബാബു സാർ ഉണ്ടാവും, ഒന്ന് സിജു സാർ ഉണ്ടാവും. ഇവരൊക്കെ ഒരു പറമ്പിൽ നിൽക്കുന്ന ആൾക്കാരാ, നോക്കണേ. അപ്പൊ അവരെല്ലാം ഡെയിലി സംസാരിക്കുന്ന ആളാ. ഈ ബിസിനസ്സിൽ വരാൻ മുന്നേ അവർ പല കഥകളും പറയുന്ന ആൾക്കാരാ. പക്ഷേ ശ്രദ്ധിച്ചോളെ, ഡെയിലി ഒരു രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഇങ്ങനെ കഴിയുന്ന ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വന്ന് കട്ടിങ് എഡ്ജ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 പേര് ഇരിക്കുമല്ലോ, സിജു സാറ്, ഞാൻ, ജയ സാറ്, ദിനേശ് സാറ്, ഷംന മേഡം, കാരണം 5 പേര്. ഈ 5 പേര് ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഷംന മേഡം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതന്നെ. അവിടെ പരിചയപ്പെടുത്താൻ ആവശ്യമുണ്ടോ? സത്യത്തിൽ ഇല്ല. പക്ഷേ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, കരയാ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരാളുടെ പുറത്തുള്ള ഞാനേ ഉള്ളൂ പുറത്തുള്ള. ബാക്കി അവര് 4 പേര് ഒരു ഫാമിലിയാ. നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത് തുടക്കത്തിലുള്ള കാര്യമല്ല. ഇപ്പൊ ഷംന മേഡം ഇവിടെ വന്ന ഫയർ ചെയ്ത് പോകും. ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എന്നെക്കാട്ടും നന്നായിട്ട് സംസാരിക്കും ഷംന മേഡം, ജയ സാറൊക്കെ. നിങ്ങൾ നോക്കോ, കാരണം അവർക്ക് കഴിവില്ലായിട്ടല്ല, കഴിവുണ്ട്. അത് ആ വേദി കിട്ടണമെങ്കിൽ. അപ്പോ അങ്ങനത്തെ ഒരു വേദിയാണ് ഇവിടെ. പണമാണ് നമ്മൾ ആദ്യം ആഗ്രഹിച്ചൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ പണത്തിനെ കുറിച്ചല്ലേ പറയാം, പക്ഷെ പണത്തിന്റെ അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാവും, ടൂറ് പോകാനുള്ള പല കാര്യങ്ങൾ ഈ ബിസിനസ് കിട്ടും. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ ഈ ഓപ്പർച്യൂണിറ്റി സഹായിക്കും. അപ്പോ ഒറ്റ കഥ, നിങ്ങൾ ലീഡേഴ്സ് എന്താണ് ലീഡേഴ്സ്, അത് നിങ്ങൾ കേട്ട കഥ തന്നെയാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്തിന് ലീഡേഴ്സിനെ നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ബെല്ലി സാറൊക്കെ പറഞ്ഞ് തഴമ്പിച്ച കഥയാണ്. എങ്കിലും അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത കഥയും കൂടിയാണ്. അതായത് വലിയൊരു പ്രളയം വന്ന സമയത്ത് നിങ്ങൾ കേട്ട കഥ തന്നെ കേട്ടോ, ആവർത്തനങ്ങളും ഓർമ്മപ്പെടുത്തലാണ്ടായ സ്ഥലങ്ങൾ.
നിങ്ങൾക്കറിയാം വലിയ പ്രളയം വന്ന സമയത്ത് എന്താ നല്ല ചെങ്കുത്തായ മഴയാണ് പെയ്യുന്നത്. ആ മഴയുടെ സമയത്ത് ഒരു അച്ഛനും മകളും ഇല്ലേ ഇങ്ങനെ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, മകളെ എന്റെ കൈ അല്ലെ മകനെ എന്റെ കൈ മുറുകെ പിടിക്കണം. കാരണം എന്താ, ഈ മഴവെള്ളപ്പാച്ചലിൽ നീ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തിനാ എന്റെ കൈ മുറുകെ പിടിച്ചോളണം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അച്ഛന്റെ കൈ അല്ല ഉപ്പാന്റെ കൈ ഒരു കാരണവശാലും വിടരുത് എന്നറിയും. കാരണം എന്താ, വിട്ടുകഴിഞ്ഞാൽ ഈ പ്രളയത്തിൽ ഒലിച്ചു പോകും കുട്ടി, ഒരു സംശയവുമില്ല. അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു വാക്കുണ്ട്, വേണ്ടപ്പാ വേണ്ടച്ചാ, ഞാൻ കൈ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മലവെള്ളപ്പാച്ചിൽ ഉരുണ്ട് വരുന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഉപ്പയുടെ കൈ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഒരു സംശയം വേണ്ട, സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്റെ കൈ ഉപ്പ പിടിക്കണം അല്ലെ അച്ഛൻ പിടിക്കണം, ഒരു സംശയം വേണ്ട. അതെന്താ മോളെ തന്നെ, എനിക്ക് ഉറപ്പുണ്ട് ഉപ്പയുടെ ജീവൻ പോയാലും എന്റെ കൈയിന്റെ പിടുത്തം വിടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കൊരൊറ്റ വാക്കേ നിങ്ങളോട് പറയുള്ളൂ, നിങ്ങളുടെ ലീഡേഴ്സ്, കൊണ്ടുവന്ന ആളല്ല ലീഡേഴ്സ്, അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ലീഡേഴ്സ് ആവും. കൊണ്ടുവന്ന ആൾ ലീഡേഴ്സ് ആണെന്ന് ഒരു നിർബന്ധമല്ല. പക്ഷെ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു അപ്ലൈ ലീഡേഴ്സ് ഉണ്ടാവും. അവരെ കൈ മുറുകെ പിടിക്കുന്നതിന് പകരം ലീഡേഴ്സിനോട് വരാം, സാറേ എന്റെ കൈയൊന്ന് നിങ്ങൾ പിടിക്കാവോ, എന്റെ കൈ കാരണം ഞാൻ പല കുരുത്തക്കടും കളിക്കാൻ സാധ്യതയുണ്ട്, അതിനൊക്കെ എന്നെ സംരക്ഷിച്ച് ക്ഷമിച്ച് പുറത്ത് എന്നെ നേർവഴിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കണം. പറ്റി സറണ്ടർ സിസ്റ്റത്തിന് സറണ്ടർ ആവുക. ലീഡർ എന്താണോ പറയുന്നത്, ചിലപ്പോ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിച്ച് പുറത്ത് എന്നെ ആ കൂടെ നിർത്തണം. പറ്റി ലീഡേഴ്സിന്റെ കൈ പിടിക്കുന്നത് പകരം ലീഡേഴ്സിനോട് നമ്മുടെ കൈ പിടിക്കുക. അതിന് കൈ കൊടുക്കണം സാറേ, കൈ കൊടുത്താൽ മാത്രമേ പിടിക്കാനാവൂ. ഇത് കൈ രണ്ടും മുറുക്കെ ഇങ്ങനെ കെട്ടി നിന്നാൽ ലീഡേഴ്സിന് ഒരു കാരണവശാലും അത് പിടിക്കാനാവില്ല. ഈ കൈ ലീഡേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഒരു കൈ ഫ്രീയാ സാറേ, ഒരു കൈ ഫ്രീയാ. ഈ ഫ്രീ ഉള്ള കൈ എന്തിനാന്ന് നിങ്ങള് നിങ്ങളെ കൂടെ വന്ന അസോസിയേഷനെ ചേർത്ത് പിടിക്കണം. അവരുടെ ലീഡർ നിങ്ങളാ. നിങ്ങളുടെ ഇപ്പൊ ധാരാണി സാറാണെങ്കിൽ അപ്പൊ ഞാൻ അല്ല, ധാരാണി സാറ് എന്റെ ലീഡറാ. അപ്പൊ എന്റെ മുറുകെ പിടിച്ചിട്ട് ധാരാണി സാറ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫൗസിയ മേഡത്തിന്റെ കൈ ഞാൻ പിടിക്കും, ഒരു കാരണവശാലും ഞാൻ വിടൂല. ആ കൈ ഞാൻ പിടിച്ചിട്ട് എന്ത് ചെയ്യും, മുറുക്ക പിടിക്കുന്നത്. എന്തിനാ പിടിക്കുന്നത്, ഇത് പിടിച്ചാൽ മാത്രമേ ഒരു സിസ്റ്റം വർക്കാവുള്ളൂ. കാര്യം മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ.